മലയോര മേഖലയിലെ താമസക്കാർക്ക് ഏറ്റവും അധികം ആശ്വാസം പകരുന്ന ഒരു തീരുമാനം സർക്കാരിൻ്റേതായി പുറത്തു വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികമാരും ചർച്ച ചെയ്യാതെ കടന്നുപോയ ഒരു വിഷയമാണ്. ദീർഘനാളത്തെ ആവശ്യമായ പട്ടയം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിനെ അത്യധികം ആഹ്ലാദത്തോടെയാണ് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് അതിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായി കാണേണ്ടത്. കക്ഷി രാഷ്ട്രീയങ്ങളും മറ്റ് സംഘടനാ സംവിധാനങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ വർഷങ്ങളായി താമസിക്കുന്ന ഭൂപ്രദേശത്തിന് ഒരു പട്ടയം ലഭ്യമാകുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും ഒരാഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് പൂർണ്ണമായ പിന്തുണ കിട്ടുന്നത് അത് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിലാണ്. അത്തരത്തിൽ പട്ടയം യാഥാർത്ഥ്യമായതിൻ്റെ ആഹ്ലാദത്തിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ മുന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജന്മിത്വം അവസാനിച്ചതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടം അതിങ്ങനെയാണ്. 1970 ജനുവരി 1 അന്നത്തെ പുലരിയിൽ 5 ലക്ഷത്തോളം കുടികിടപ്പുകാർ കണ്ണു തുറന്നത് തങ്ങളുടെ പുരയിടങ്ങളോട് ചേർന്ന 10 സെന്റ് ഭൂമി സ്വന്തമാണെന്ന അഭിമാനത്തോടെയാണ്. അന്നവർ ഭൂമിയുടെ ഉടമകളായി. തങ്ങളുടെ വീടിന് ചുറ്റുമുള്ള 10 സെന്റ് ഭൂമി അവർ വേലി കെട്ടി തിരിച്ചു. തങ്ങളുടേതായി തീർന്ന സ്ഥലത്തു നിന്ന് വിഭവങ്ങൾ അവർ പറിച്ചെടുത്തു. പരമ്പരാഗതമായ ജീർണിച്ച ജന്മിസമ്പ്രദായം പാടെ തുടച്ചു നീക്കാനും അധ്വാനിക്കുന്ന ഭൂരഹിതരായ ജനലക്ഷങ്ങൾക്ക് ഭൂമിയിൽ സ്ഥിരാവകാശം നൽകാനുമുള്ള യജ്ഞത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളിലെ സമാന നിയമങ്ങളെക്കാൾ പുരോഗമനാത്മകമായ നമ്മുടെ ഭൂപരിഷ്കരണ നിയമം. ഭാരതത്തിലെ എല്ലാ പുരോഗമനവാദികളും പ്രകീർത്തിച്ചു. കേരള സർക്കാരിൻ്റെ വിപ്ലവാത്മകമായ നടപടി ഇന്ത്യയ്ക്കാകെ മാതൃകയാണ്. കുടികിടപ്പുകാർക്ക് ഉടമസ്ഥാവകാശം നൽകുന്നതിന് പുറമെ യഥാർത്ഥ കർഷകന് ഭൂമിയുടെ എല്ലാ ഉടമാവകാശവും നൽകിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള ജന്മി കുടിയാൻ ബന്ധങ്ങളും റദ്ദാക്കുന്ന വ്യവസ്ഥകളും പ്രസ്തുത നിയമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൈവശ ഭൂമിക്ക് പരിധി നിർണയിച്ച് നടപ്പാക്കലും ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് വിതരണം ചെയ്യലും ആണ് നിയമത്തിൻ്റെ മറ്റു ലക്ഷ്യങ്ങൾ. കേരളത്തിൽ സമഗ്രമായ ഒരു ഭൂപരിഷ്കരണ നിയമം നിർമ്മിച്ചത് 1963 അത് നടപ്പിലാക്കിയത് 1964 ഏപ്രിൽ 1 PT ചാക്കോ തയ്യാറാക്കിയ ഈ നിയമത്തിൻ്റെ മുഖ്യ ഉദ്ദേശം സർക്കാരിനും യഥാർത്ഥ കർഷകനായ കുടിയാനും ഇടയ്ക്കുള്ള മധ്യവർത്തികളുടെ അവകാശത്തെ തീരെ എടുത്തു കളയുകയും ഭൂമി കൈവശം വയ്ക്കുന്നതിന് ഒരു പരിധി വയ്ക്കുകയും ആയിരുന്നു. ഈ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കുന്നതിന് 1969 EMS മന്ത്രിസഭ ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്നു. KR ഗൗരിയമ്മയാണ് ഈ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇതാണ് 1970 ജനുവരി 1 നടപ്പിലായത്. അപ്പോൾ ഭൂപരിഷ്കരണ നിയമം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് അച്യുതമേനോൻ സർക്കാരാണ്. അഥവാ നടപ്പാക്കാനുള്ള ഭാഗ്യമുണ്ടായതും ആ ഗവൺമെൻറ്റിനാണ്. നിയമത്തിൻ്റെ പിതൃത്വത്തെ ചൊല്ലി പ്രതിപക്ഷവും ഭരണപക്ഷവുമായി അന്ന് വലിയ സംഘർഷങ്ങൾ നടന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും മാർച്ച് 8 ആദ്യത്തെ പട്ടയമേള. ആലുവ മണപ്പുറത്ത് ജനസഹസ്രങ്ങൾ തിങ്ങിക്കൂടി. എവിടെയും വൈദ്യുതി ദീപങ്ങളുടെ വർണ്ണപ്രപഞ്ചം, 1000 മുഖങ്ങളിൽ പ്രത്യാശയുടെ തിളക്കം. നെറ്റിപ്പട്ട കിട്ടിയ ഗജവീരന്മാരും വെടിമരുന്ന് പ്രയോഗവും ചെണ്ടമേളങ്ങളും പട്ടയദാന മഹോത്സവത്തെ രണ്ടാമത്തെ ശിവരാത്രിയാക്കി മാറ്റി.
മലബാറിലെ നൂറനാട് താലൂക്കിൽ പർദ്ദ ധരിച്ച മുസ്ലിം വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി വീട് വിട്ടിറങ്ങി പട്ടയം വാങ്ങാൻ വേണ്ടി എത്തി. ആദിവാസി കേന്ദ്രങ്ങളിൽ തദ്ദേശീയർ പാരമ്പര്യ നൃത്തം ചവിട്ടി ആഹ്ലാദം പൂണ്ടു. കർമ്മകുശലനായ മന്ത്രി KT ജേക്കബ് വിശ്രമമില്ലാതെ നാടെങ്ങും ഓടി നടന്നു. ഗവൺമെന്റിന്റെ മെഷീനറി ഫലപ്രദമായി ചലിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. പട്ടയങ്ങൾ ചുവപ്പ് നടയിൽ കുരുങ്ങി വീണില്ല. എന്നിട്ടും ജേക്കബ് ആശാന് ഇരട്ടപ്പേര് കിട്ടി, പട്ടയ വീരൻ. അതൊരു പൊൻതൂവലായി മാത്രമേ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിലെ ജനങ്ങൾ ജേക്കബിനോട് കടുത്ത കൃതജ്ഞതയാണ് കാട്ടിയത്. അദ്ദേഹത്തെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റി എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. സ്വകാര്യ വനം ദേശസാൽക്കരണത്തിനാണ് സർക്കാർ പിന്നീട് മുതിർന്നത്. ഭൂപരിഷ്കരണ സംരംഭങ്ങളാണ് പ്രതിഫലം കൂടാതെയുള്ള സ്വകാര്യ വനം ദേശസാൽക്കരണം സുഗമമാക്കിയത്. വിദേശ ഉടമയിലായിരുന്ന കണ്ണൻ ദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനി വകയായ 1.37 ലക്ഷം ഏക്കർ സ്ഥലവും ഇങ്ങനെ പ്രതിഫലം കൂടാതെ ഏറ്റെടുക്കപ്പെട്ടു. 5 ലക്ഷത്തോളം ഏക്കർ വരുന്ന ദേശസാൽകൃത വനഭൂമിയിൽ 2 ലക്ഷം ഏക്കർ സ്ഥലം ഭൂരഹിതരായ സാധുക്കൾക്കാണ് വീതിച്ചു കൊടുത്തത്. ഇത് സൂചിപ്പിക്കാൻ കാരണം മൂന്നാർ കേന്ദ്രീകരിച്ച് പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം കൂടെയാണ് ഇവിടെ പറഞ്ഞത്. ദേശസാൽകൃത 5 ലക്ഷത്തോളം ഏക്കർ വരുന്ന ദേശസാൽകൃത വനഭൂമിയിൽ 2 ലക്ഷം ഏക്കർ സ്ഥലം ഭൂരഹിതരായ സാധുക്കൾക്കാണ് വീതിച്ചു കൊടുത്തത്. ദേശസാൽകൃത വനഭൂമികളിൽ നിന്ന് 3 കൂട്ടുകൃഷി ഫാമുകളും പിന്നീട് രൂപം കൊണ്ടു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ചേർന്ന 12,630 ഏക്കർ ശ്രീ പണ്ടാര വക ഭൂമിയും പഴയ വേണാട് രാജകുടുംബത്തിലെ സ്ത്രീകളുടെ വകയായ 15,000 ഏക്കർ ശ്രീപദം ഭൂമിയും പിടിച്ചെടുത്ത് കുടിയാന്മാർക്ക് പതിച്ചു കൊടുത്തു. പ്രാദേശികമായി മറ്റനേകം പരിഷ്കരണങ്ങൾ നടപ്പിലായി. തിരുവിതാംകൂറിൽ ജന്മിക്കരം റദ്ദാക്കി. കൊച്ചിയിലെ കാണക്കുടിയാന്മാർക്ക് ജന്മിക്കരം ഈടാക്കുന്നതിനെതിരെ സംരക്ഷണം കൊടുത്തു. മുരിക്കന്റെ വകയായി കുട്ടനാട്ടിലുണ്ടായിരുന്ന 1,200 ഏക്കർ കായൽ ഭൂമി 1972 ഓഗസ്റ്റിൽ സർക്കാർ പിടിച്ചെടുത്തു. ചിത്തിര, മാർത്താണ്ഡം, റാണി എന്നീ പാടശേഖരങ്ങളിൽ ജന്മിമാർ തരിച്ചടൽ ഭീഷണി മുഴക്കിയിരുന്നു. സമുദ്രനിരപ്പിന് താഴെയുള്ള കായൽ നിലം സഹകരണാടിസ്ഥാനത്തിൽ കർഷക തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെ 3 കൂട്ടുകൃഷി സഹകരണ സംഘങ്ങളും ആരംഭിച്ചു. ഓരോ അംഗത്തിനും ഓരോ ഏക്കർ നിലം അനുവദിക്കാനും 3 സംഘത്തിലും കൂടി ആകെ 1,600 ഏക്കറിന് 1,600 അംഗങ്ങളെ ചേർക്കാനും നിശ്ചയിക്കുകയുണ്ടായി. ഭൂപരിഷ്കരണത്തിന്റെ നിർവഹണത്തിന്റെ ഫലമായി ഭൂമി തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുന്നതിനെ തുടർന്ന് ഉൽപാദനക്ഷമതയെ ബാധിക്കുന്ന പുതിയ പ്രശ്നങ്ങൾ ആവിർഭവിച്ചു. കൃഷിക്കാരുടെ ഉടമാവകാശത്തിന് ഭംഗം വരാതെയുള്ള സഹകരണ കൃഷിയാണ് ഇതിനു പോംവഴിയായി കണ്ടെത്തിയത്. ആധുനിക സാങ്കേതിക മുറകളും സഹായത്തിന് എത്തുന്നു. ജോയിന്റ് ഫാമിംഗ് സഹകരണ സംഘങ്ങളെല്ലാം ആരംഭിച്ചത് അതിനുശേഷമാണ്, അത് നമുക്കറിയാം. 50കളിൽ പാടത്ത് പണിയെടുത്തിരുന്ന പെണ്ണാടുകൾ നീട്ടിപ്പാടിയിരുന്ന നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന ONV കുറുപ്പിന്റെ ഈരടി കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ യാഥാർത്ഥ്യമായത് 70കളുടെ ആരംഭത്തിലാണ്. ഒരു വലിയ വിപ്ലവം തന്നെയാണ് കേരളത്തിൽ നടന്നത്. ഈ നൂറ്റാണ്ടിലെ അതീവ ശ്രദ്ധേയവും അവിസ്മരണീയവുമായ ചരിത്ര വസ്തുത ഇതാണ്.